അതെ, നമുക്കിന്ന് വീട്ടിൽ തന്നെ ഒരു ജാം തയ്യാറാക്കിയാലോ? ആരും ഈ വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്തിട്ട് പോവല്ലേ. നമുക്ക് കമ്പിളി നാരങ്ങ ഒരു കിടിലം ഒരു ജാം തയ്യാറാക്കാം. ഞാനിതാ കമ്പിളി നാരങ്ങ രണ്ടായിട്ട് പൊട്ടിച്ച് പറക്കൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ഇത് മാത്രമായിട്ട് നമുക്ക് ആ തോടിനെയൊക്കെ മാറ്റിയിട്ട് അതിനെ നമുക്കൊന്ന് നല്ല വൃത്തി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതിൻ്റെ മാത്രമായിട്ട് എടുത്ത് അതിൻ്റെ കുരുവൊന്നും ഇല്ല, അതിൽ ഒരു കുരു പോലും അതിലിടാതെ നമുക്കതിനെ ഒന്ന് വേർതിരിച്ച് നമുക്കൊരു പാത്രത്തിലേക്ക് നമുക്കെടുക്കാം. കണ്ടില്ലേ, നല്ല റെഡ് കളറിലെ കമ്പിളി നാരങ്ങയാണ് ഇട്ടിരിക്കുന്നത്. ഞാനിതാ ഒരു ജാറിലേക്ക് ആ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന എല്ലാവരും കൂടെ ഒരു ജാറിലേക്ക് ആ കമ്പിളി നാരങ്ങ എല്ലാം കൂടെ ഇട്ട് ഇതിനെ ഒന്ന് ജ്യൂസായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു കിടിലം ഒരു ജ്യൂസായിട്ട് വെള്ളമൊന്നും ചേർത്തിട്ടില്ല, ഒരു ജ്യൂസ് അടിച്ചിട്ടുണ്ട്. നമുക്കതിനെ ഒരു സ്റ്റൗ കത്തിച്ച് ചുവട് കട്ടുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന ആ ജ്യൂസ് നമുക്കതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണേ. ആ ജ്യൂസ് ഒന്ന് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ആ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം കൈ വിടാതെ തന്നെ ഇളക്കി കൊടുക്കണം. പിന്നെ ഒരു കാര്യം, ലോ ഫ്ലെയിമിൽ വേണം ഗ്യാസ് വെച്ചേക്കാൻ, ഇല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും. നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായി അതിൻ്റെ വെള്ളത്തിൻ്റെ ഈർപ്പമൊക്കെ പോയതിന് ശേഷം നമുക്കതിലേക്ക്, ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്, അതിന് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഇപ്പോൾ തിളച്ച് നന്നായി വന്നിട്ടുണ്ട്. നമുക്കിനി അതിനെ ഒന്ന് നന്നായി ഒന്ന് തന്നെ കുറുകി വരണം. ആ പഞ്ചസാരയൊക്കെ കൂടെ നലിഞ്ഞ് നന്നായി കുറുകി വരണം. ഞങ്ങളിവിടെ അതിൽ വേറെ കളറോ വേറെ ഒന്നും ചേർക്കുന്നില്ല. അരച്ച് വെച്ചതിൽ ഞങ്ങൾ ആ പഞ്ചസാര മാത്രമേ ചേർത്തിട്ടുള്ളൂ. നമ്മുടെ ജാം ഇവിടെ റെഡിയായി തരണം. ഒരു 10-15 മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ. നമുക്കൊരു കിടിലം ജാം നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. കുഞ്ഞു കുട്ടികൾക്ക് ജാമും ബ്രെഡും എന്ന് പറഞ്ഞാൽ വളരെ ഇഷ്ടപ്പെട്ടൊരു ഫുഡാണ്. നമുക്ക് തന്നെ കടയിൽ നിന്നൊക്കെ നമ്മൾ കൂടുതൽ ഇതൊക്കെ ചേർക്കുന്നത് നമ്മൾ വാങ്ങിനേക്കാട്ടി നമുക്ക് വീട്ടിൽ ഇതുപോലെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് വേറെ ഒരു ഇതുമില്ലാതെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. ബ്രെഡിൽ തേച്ച് നന്നായിട്ട് നമുക്ക് കുഞ്ഞു കുട്ടികളെന്ന് മാത്രമല്ല എല്ലാവർക്കും ബ്രെഡും ജാമും എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ഫുഡാണ്. അപ്പം നമുക്ക് ബ്രെഡിൻ്റെ കൂടെ ആയിരുന്നാലും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ ആയിരുന്നാലും ജാം ഉപയോഗിച്ച് കഴിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ ഒരു അടിപൊളി ഐറ്റം തയ്യാറാക്കാൻ പറ്റുമെങ്കിൽ പിന്നെ നമ്മൾ പൈസ എടുത്ത് വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല. വെറും 40 രൂപയ്ക്കൊക്കെ നമുക്ക് കിട്ടുന്നതാണ് കമ്പിളി നാരങ്ങ. അത് വാങ്ങിച്ച് നമുക്കൊരു കിടിലം നമുക്ക് ഒരു ജാം നമ്മളെ വീട്ടിൽ തയ്യാറാക്കാം. ഞാനിതാ ജാം തയ്യാറാക്കി ഞാനിവിടെ ബ്രെഡിൽ തേച്ച് എല്ലാവർക്കും കൊടുക്കാൻ വേണം. എൻ്റെ മോനൊക്കെ ആണെങ്കിൽ ജാമും ബ്രെഡും എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളിതാ കഴിച്ച് നോക്കാൻ പോകുന്നത്. കണ്ടില്ലേ, ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടി നല്ല കട്ടിക്കുള്ള അടിപൊളി ഒരു ജാമാണ് ഞാനിവിടെ തയ്യാറാക്കിയത്. ഞങ്ങളുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അയക്കാൻ ആരും മറക്കല്ലേ. ഇതുപോലെ ഒരു കിടിലം റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.